വാൽപ്പാറ ദുരന്തത്തിൽ മരണമടഞ്ഞ മജീദ് മാഷിൻ്റെ വീടിനടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ സ്വപ്ന വീട്. 90% കാഴ്ചശേഷി ഇല്ലാത്ത വ്യക്തിയായിരുന്നു മജീദ് മാഷ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പരിമിതികളെ അദ്ദേഹം അതിജീവിച്ചുകൊണ്ട് മുന്നേറിയ ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ റുഖിയായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ശക്തിയും അദ്ദേഹത്തിൻ്റെ പിന്തുണയെല്ലാം. ഈ ദുരന്തത്തിൽ അവരും ആ അപകടത്തിൽ മരണമടഞ്ഞു എന്നുള്ളതാണ് ഈ കുടുംബത്തിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെ ഇരട്ടിയാക്കിയത്. വലിയ ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അദ്ദേഹത്തിൻ്റെ 2 സഹോദരിമാർക്കും കാഴ്ചശേഷിയില്ല. മജീദ് മാഷിൻ്റെയും അതേപോലെ സഹോദരിമാരുടെയും എല്ലാം കാര്യങ്ങൾ നോക്കിയിരുന്നത് റുഖിയയാണ്. അതുകൊണ്ട് തന്നെ മാഷിനൊപ്പം റുഖിയയുടെ ജീവൻ കൂടി ഇല്ലാതായതോടെ ഈ കുടുംബമാണ് യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഈ വീടിൻ്റെ നിർമ്മാണം കഴിഞ്ഞത്. നാട്ടുകാരൊക്കെ അത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ വീടിൻ്റെ നിർമ്മാണത്തിന് മജീദ് മാഷും റുഖിയയുടെ കൈ പിടിച്ചു എത്തിയതും ആളുകളെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ അവരോട് പറഞ്ഞിരുന്നതൊക്കെ ഇതിനെപ്പറ്റി പറയുമ്പോൾ പ്രദേശവാസികൾക്കൊക്കെ ഇപ്പോഴും തൊണ്ടയിടുന്ന ഒരു സാഹചര്യമാണ്. അത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നു മജീദ് മാഷും റുഖിയൊക്കെ ഇവർക്ക്. മജീദ് മാഷ് നന്നായിട്ടറിയാം. ഭിന്നശേഷി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ടറിയാം. 2 മാസം മുമ്പാണ് അവർ പുതിയ വീടൊക്കെ വെച്ച് താമസം തുടങ്ങിയത്. ആ കൂട്ടിന് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതെ അതെ അതെ. മാഷ് 7 പെങ്ങന്മാരാണ്. അത് നിലവിൽ വാപ്പ മരണപ്പെട്ടതാണ്. 4 മാസത്തോളമായിട്ട് ഇവിടെ വീട് ഇനാഗ്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ വൈഫ് അവിടെ നമ്മളെ പാങ്ങ് ഗവൺമെൻറ് യു പി സ്കൂളിൽ ജോലി ചെയ്യാണ്. അതിലേറെ സങ്കടം എന്ന് വെച്ചാൽ ഇവരെ ഒരു പെങ്ങള് കാഴ്ചയില്ലാത്തൊരു പെങ്ങള് ഇവരൊപ്പം ഈ വീട്ടിൽ തന്നെ ഉള്ളത്. ഈ കാഴ്ചയില്ലാത്ത പെങ്ങളെ ഒപ്പമാണ് ഈ മജീദ് മാഷും എപ്പോഴും റുഖിയ എപ്പോഴും പോകാറ്. അവർ ഒരുമിച്ചാണ് എപ്പോഴും യാത്ര ചെയ്യലും കാര്യങ്ങളൊക്കെ. നിലവിൽ ഈ തൊട്ടടുത്തൊരു 4 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഇവർ താമസം ഉണ്ടായിരുന്നത്. തറവാടും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങോട്ട് മാറി നിന്നായിരുന്നു. നിലവിലിപ്പോൾ ഇനി ഇവർക്ക് പെങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ വീട്ടിലുണ്ടാവുക. കുട്ടികളില്ല. നിലവിൽ വാപ്പയമ്മയൊക്കെ സാധാരണ തന്നെ മരണപ്പെട്ടതാണ്. കാഴ്ചയില്ലാത്ത പെങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാഴ്ചയില്ലാത്ത പെങ്ങൾ മാത്രമേ ഇനി ഇവർക്ക് നിലവിൽ ഈ വീട്ടിലുണ്ടാവുള്ളൂ. ബാക്കി 7 പെങ്ങന്മാരും അതിൽ തന്നെ 1-2 പെങ്ങന്മാരെ ഭർത്താക്കന്മാരും മരണപ്പെട്ടിട്ടുണ്ട്. ഒരു പെങ്ങൾ ഇവിടെ തന്നെയാണ് തൊട്ടടുത്ത്. അല്ലാത്ത അതാണ് ഇപ്പോൾ അവർ പെങ്ങന്മാരൊക്കെ പറയുന്നത്. ഞങ്ങൾക്ക് ഏതൊരു ആശയം ഇന്ന് മജീദ് മാഷായിരുന്നു എന്നുള്ളതാണ് നമ്മോട് എപ്പോഴും പറയുന്നത്. കാരണം നിലവിൽ ഞാൻ ഇവിടുത്തെ 2 ടൈം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, നിലവിൽ ഈ വാർഡിലെ കഴിഞ്ഞ ടൈമിൽ മെമ്പറായിരുന്നു. ഈ വീടിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് വലിയ സന്തോഷമായിരുന്നു, വലിയ സ്വപ്നമായിരുന്നു. പ്രത്യേകിച്ച് ഈ റോഡും കാര്യങ്ങളൊക്കെ ഇത് വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നല്ല സഹകരിച്ചിരുന്ന ആൾക്കാരായിരുന്നു. താമസിച്ച് കൊതി തീർന്നിട്ടില്ല 100% നമുക്ക് ഉറപ്പന്നെ. എന്നുവെച്ചാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഓരോ ആളുകളോടും ഈ പരിപാടി പറയുമ്പോൾ ഓരോരുത്തരെ കണ്ടെങ്കിലും മജീദ് മാഷ് ആളുകളെ സൗണ്ട് കേട്ടിക്കാണ്ട് ഇന്ന ആളല്ലേ എന്ന് പോയി ചോദിക്കും. ഓരോ ആളുകളെയും സൗണ്ട് കേട്ടിട്ട് മജീദ് മാഷ് കണ്ടില്ലെങ്കിലും അദ്ദേഹം പ്രത്യേകിച്ച് അവിടുന്ന് 4 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഈ വീടിൻ്റെ ഈ നന അതുപോലെ തന്നെ പടവ് ഇവിടുത്തെ പെയിൻറ്റിങ്ങിന് ആളുകളുണ്ടാകുമ്പോൾ ആ ഭാര്യ ഭർത്താക്കന്മാർ 2 നേരവും കൈ പിടിച്ചുകൊണ്ടാണ് നടന്നു വരാറുള്ളത്. അത് വളരെയേറെ സങ്കടമായിട്ടാണ് നമുക്ക് ഈ സമയത്ത് പറയാനുള്ളത്. മജീദ് മാഷ് നല്ലൊരു അധ്യാപകനായിരുന്നു, അതോടൊപ്പം നല്ലൊരു സംഘാടകനായിരുന്നു. കാഴ്ചശേഷി ഒന്നിനും അദ്ദേഹത്തെ തടഞ്ഞിരുന്നില്ല. അദ്ദേഹം എല്ലാം അനുഭവിക്കുവാനും അറിയാനും ഒക്കെ മുൻകൈ എടുത്തിരുന്ന വ്യക്തി. അതുകൊണ്ടാണ് വിനോദസഞ്ചാരത്തിനും ടൂറിനൊക്കെ അദ്ദേഹം മുൻകൈ എടുത്ത് ഇറങ്ങിയിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അധ്യാപകൻ്റെ മരണം കുടുംബത്തിന് മാത്രമല്ല നാടിനും വലിയ തീരാ നഷ്ടം തന്നെയാണ്. ആ സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിലും സ്കൂളിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാഷ് മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മരണങ്ങളും ഏറെ വേദന നൽകുന്നതാണ്. പക്ഷേ മജീദ് മാഷിൻ്റെ ഈ ഒരു മരണം അത് ഈ നാടിന് കുറേ കൂടി വലിയ ആഴത്തിലുള്ള മുറിവാണ് നൽകിയിരിക്കുന്നത്. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.